ഇന്ന് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഡിമാൻഡഡ് ആയിട്ടുള്ള കോഴ്സാണ് മെഡിക്കൽ കോഴ്സുകൾ. അപ്പൊ ഇന്ന് പലതരം രോഗങ്ങളാണ് ഇന്ന് മനുഷ്യർക്ക് പിടിപെടുന്നത് അല്ലെ. അപ്പൊ ഈ ഹോസ്പിറ്റൽസ് മനുഷ്യന് അതുപോലെ തന്നെ ഈ ഡിസീസുകളൊക്കെ ഉള്ളിടത്തോളം കാലം ഏറ്റവും കൂടുതൽ നിലനിൽക്കുന്ന ഒരു കോഴ്സ് തന്നെയാണ് മെഡിക്കൽ കോഴ്സ്. ഇനി ഈ മെഡിക്കൽ ഫീൽഡിൽ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ടും ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു കോഴ്സാണ് BSc നഴ്സിംഗ്. ഇന്ത്യയിലും എബ്രോഡുമായിട്ട് ഒരുപാട് യൂണിവേഴ്സിറ്റീസും അതുപോലെ തന്നെ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസും ഉള്ള ഒരു ഫീൽഡാണ് BSc നഴ്സിംഗ്. നമ്മുടെ കേരളത്തില് ഇപ്പൊ സ്റ്റുഡൻസിന് +2 കഴിഞ്ഞതിന് ശേഷം LB ത്രൂ ആയിരിക്കും അഡ്മിഷൻ ലഭിക്കുന്നത്. അതായത് കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് ആൻഡ് സയൻസിന്റെ അണ്ടറിലായിരിക്കും ഇവർക്ക് അഡ്മിഷൻ ലഭിക്കുന്നത്. ബട്ട് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ നിയർ ബൈ സ്റ്റേറ്റ്സുകളായിട്ടുള്ള തമിഴ്നാട്, കർണാടക എന്നീ റീജിയനിൽ എങ്ങനെയാണ് സ്റ്റുഡൻസിന് അഡ്മിഷൻ ലഭിക്കുന്നത്, ഏതൊക്കെ കോളേജസ് അവൈലബിൾ ആയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളായിരിക്കും. നമ്മുടെ കർണാടകയിലാണെന്നുണ്ടെങ്കിൽ ബാംഗ്ലൂര്, മാംഗ്ലൂര്, അതുപോലെ മൈസൂർ എന്നീ സ്ഥലങ്ങളിൽ, നമ്മുടെ തമിഴ്നാട് റീജിയനിൽ ചെന്നൈ, അതുപോലെ കോയമ്പത്തൂർ എന്നീ സ്ഥലങ്ങളിലൊക്കെ എങ്ങനെയാണ് അഡ്മിഷൻ കിട്ടുന്നത്, അഡ്മിഷൻ പ്രോസസ്സുകൾ എങ്ങനെയാണ്, ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് അവൈലബിൾ ആയിട്ടുള്ള കോളേജസുകളാണോ, ഫീസ് സ്ട്രക്ചർ എങ്ങനെയാണ് വരുന്നത്, അങ്ങനെ ഫുൾ ഫെസിലിറ്റീസ് ആൻഡ് ഡീറ്റെയിൽസ് ആയിരിക്കും ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. യെസ്, എന്താണ് BSc നഴ്സിംഗ്, അല്ലെങ്കിൽ നമ്മൾ ഈ കോഴ്സ് ആരൊക്കെയാണ് പഠിക്കേണ്ടത്, ഇപ്പൊ ഇതിന്റെ ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ എങ്ങനെയാണ്, ഈ ഒരു കോഴ്സിന്റെ ഡ്യൂറേഷൻ, ജോബ് ആൻഡ് സാലറി എന്നിങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻ ആയിരിക്കും നമ്മുടെ സ്റ്റുഡൻസിൽ നിന്ന് വരുന്നത് അല്ലെ. അപ്പൊ ഈ ഒരു കോഴ്സ് നമ്മൾ ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരുപാട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ +1, +2 ബയോളജി സയൻസിൽ 60% മുകളിൽ മാർക്ക് മേടിക്കുന്ന സ്റ്റുഡൻസിന് ഈ ഒരു കോഴ്സ് ചൂസ് ചെയ്യാവുന്നതാണ്. നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ സ്റ്റേറ്റ്സ് ആയിട്ടുള്ള തമിഴ്നാട്, കർണാടക, അതുപോലെ കേരളത്തിലൊക്കെ നമ്മൾ തമിഴ്നാട്ടിലാണെന്നുണ്ടെങ്കിൽ ഡോക്ടർ MGR യൂണിവേഴ്സിറ്റിന്റെ അണ്ടറിലും, കർണാടകയിലാണെന്നുണ്ടെങ്കിൽ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിന്റെ അണ്ടറിലും, കേരളത്തിലാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് ആൻഡ് സയൻസിന്റെ അണ്ടറിലും ആയിരിക്കും ഈ ഒരു കോഴ്സ് വരുന്നത്. നിലവിൽ KCET, അതായത് കർണാടക കോമൺ എൻട്രൻസ് ടെസ്റ്റ്, അതായത് ഈ ഒരു എക്സാം അപ്ലൈ ചെയ്ത് അറ്റൻഡ് ചെയ്തവർക്ക് മാത്രമേ നമ്മൾ കർണാടകയിലുള്ള എല്ലാ BSc നഴ്സിംഗ് കോളേജസിലും നമുക്ക് അഡ്മിഷൻ നേടാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇപ്പൊ ചില ക്യാമ്പസിൽ അതൊരു പ്രശ്നമായിട്ട് വരുന്നില്ല, എന്നാലും ചില കോളേജസിൽ ഈ ഒരു ടെസ്റ്റ് എഴുതിയവർക്ക് മാത്രമേ നമുക്ക് അഡ്മിഷൻ കിട്ടുകയുള്ളൂ എന്നുള്ളൊരു ക്രൈറ്റീരിയ ഉണ്ട്. നമ്മുടെ കേരളത്തിൽ വെച്ച് നോക്കുമ്പോഴത്തേക്കും 4 ഇരട്ടി കോളേജസ് ആണ് നമുക്ക് ഈ കർണാടകയിലേക്ക് കണ്ടുവരുന്നത്. അപ്പൊ അതുപോലെ കോളേജസും അതുപോലെ തന്നെ നമുക്ക് ജോബ് വേക്കൻസീസും എല്ലാ ഫെസിലിറ്റീസും അടങ്ങിയിട്ടുള്ള കോളേജസ് ഒക്കെ ഇന്ന് കണ്ടുവരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ ഒരു കോഴ്സ്, അതായത് BSc നഴ്സിംഗ് എന്ന് പറഞ്ഞൊരു മെഡിക്കൽ കോഴ്സ് നമ്മൾ ചൂസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ചൂസ് ചെയ്യുന്ന കോളേജസിൽ ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് ഉണ്ടോ എന്നുള്ളതും, അതുപോലെ എല്ലാ തരത്തിലുള്ള ലാബ് സെക്ഷൻസും കൊടുക്കുന്നുണ്ടോ, സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതും, ഈ ഹോസ്പിറ്റലിൽ പേഷ്യന്റ് ഫ്ലോ എങ്ങനെയാണെന്നും ബെഡ് സ്പേസ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ BSc നഴ്സിംഗ് എന്നുള്ളൊരു പ്രോഗ്രാം നമുക്ക് ഇന്ത്യയിലുപരി ഒരുപാട് കോളേജസ് ഇന്ന് എബ്രോഡും കണ്ടുവരുന്നുണ്ട്. അപ്പൊ അത് നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ നോക്കാവുന്നതാണ്. നമുക്ക് ഈ ഒരു പ്രോഗ്രാം നമുക്ക് ഫീസ് സ്ട്രക്ചർ വരുന്നതെന്ന് പറയുന്നത് 8 ലക്ഷം മുതൽ 18 ലക്ഷം വരെയാണ്. ഈ ഒരു ഫീസിനിടയിലായിരിക്കും നമ്മുടെ ടോട്ടൽ ഫീസ് ആയിട്ട് വരുന്നത്. ഇപ്പം നമുക്ക് ഔട്ട്സൈഡ് കേരള ആണെന്നുണ്ടെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് കോളേജസ് നമുക്ക് കേരളത്തിലുപരി കണ്ടുവരുന്നുണ്ട്. അപ്പൊ ഇവിടേക്ക് ഫീസ് വരുന്നത് ഈ ഒരു ഇതിലായിരിക്കും. അപ്പൊ നമ്മൾ ഈ ഒരു കോഴ്സ്, അതായത് BSc നഴ്സിംഗ് എന്ന് പറയുന്ന ഒരു കോഴ്സ് ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം അതിന്റെ ഈ സ്കോപ്പ്, നമ്മുടെ ഫീസ് സ്ട്രക്ചറുകൾ, അഡ്മിഷൻ പ്രോസസ്സുകൾ, മറ്റെല്ലാ ഫെസിലിറ്റീസും ഡീറ്റെയിൽസും അറിയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യും.